ഭൂട്ടാൻ വാഹന തട്ടിപ്പ് കേസിൽ കസ്റ്റംസ് ദുൽഖർ സൽമാന്റെ മൊഴിയെടുക്കുമെന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. നടന്റെ 2 വാഹനങ്ങൾ കൂടി പിടിച്ചെടുക്കാനാണ് നീക്കം നടക്കുന്നത്. ലാൻഡ് ക്രൂസർ കാർ രജിസ്റ്റർ ചെയ്തത് പരിവാഹൻ സൈറ്റിൽ കൃത്രിമം കാണിച്ചിട്ടാണെന്നാണ് സംശയം. കസ്റ്റംസിന് പുറമെ കള്ളക്കടത്ത് കേസ് NIA അന്വേഷിക്കും. SS ശരൺ ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ശരൺ, 4 വാഹനങ്ങളിലാണ് ദുൽഖറിന്റെ 4 വാഹനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണമാണ്. ഇതിൽ 2 വാഹനമാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. ഇതിൽ ലാൻഡ് ക്രൂസർ ആണ്, അത് മറ്റൊരു ഉടമയുടേതാണ് എന്നുള്ള രീതിയിൽ വിവരങ്ങൾ പുറത്തുവരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇനി അറിയേണ്ടത് ദുൽഖർ സൽമാന്റെ മൊഴിയെടുക്കും എന്നുള്ള വിവരം അത് എപ്പോഴായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. ശ്രുതി, ദുൽഖർ സൽമാന് വൈകാതെ തന്നെ സമൻസ് നൽകുമെന്നുള്ളതാണ് കസ്റ്റംസ് പറയുന്നത്. ഒരു പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ തന്നെ സമൻസ് നൽകാനുള്ള നീക്കത്തിലാണ് കസ്റ്റംസ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ വലിയൊരു റെയ്ഡിലേക്ക് കസ്റ്റംസ് കടക്കുമ്പോൾ തന്നെ സംസ്ഥാനത്തൊട്ടാകെ 30 കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടക്കുന്നത്. കൊച്ചിയിൽ മാത്രം 15 കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടക്കും. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിച്ചിരുന്നത് ഈ താരങ്ങളുടെ വീടുകളിലെ റെയ്ഡുകളായിരുന്നു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ദുൽഖർ സൽമാന്റെ വീട്ടിലെ റെയ്ഡായിരുന്നു. ആ വീട്ടിൽ നടത്തിയ റെയ്ഡിലാണ് 2 വാഹനങ്ങൾ പിടിച്ചെടുത്തിരുന്നത്. പ്രധാനമായും നേരത്തെ തന്നെ കസ്റ്റംസിന് 4 വാഹനങ്ങൾ ഇത്തരത്തിൽ ദുൽഖർ സൽമാൻ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള വിവരം ലഭിച്ചിരുന്നു. അങ്ങനെ 4 വാഹനങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നതിനിടയിലാണ് 2 വാഹനങ്ങൾ പിടിച്ചെടുത്തിരുന്നത്. അതിൽ ഒന്ന് ഡിഫൻഡറാണ്. ഈ ഡിഫൻഡർ കസ്റ്റഡിയിലെടുക്കുകയും അത് കസ്റ്റംസ് ഓഫീസിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഡിഫൻഡറിനെ കുറിച്ച് കസ്റ്റംസ് പറയുന്നത് 2012 ദുൽഖർ സൽമാൻ ഇത് വാങ്ങുന്നത്. അതിനുശേഷം ചെന്നൈയിൽ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കുന്നു. അങ്ങനെ 3rd ഓണറാണ് ദുൽഖർ സൽമാൻ എന്നുള്ളതാണ്. ഇതോടൊപ്പം തന്നെയാണ് മറ്റൊരു വാഹനം, അത് ലാൻഡ് ക്രൂസറാണ്. ലാൻഡ് ക്രൂസറും കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ലാൻഡ് ക്രൂസറിന് ഇതില്ല, അതായത് ഇത്തരത്തിൽ ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ പുറത്തേക്ക് ഇറക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കസ്റ്റംസ് പറഞ്ഞിരുന്നത്. അതിൽ ലാൻഡ് ക്രൂസറിനെ കുറിച്ച് കസ്റ്റംസ് ഇപ്പോൾ പറയുന്നത് ഇതിൽ ഒരുപാട് ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇത് മറ്റൊരാളുടെ പേരിലാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് ഇത് സംബന്ധിച്ചുള്ള, അതായത് ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ തുടർന്നു പോകുന്ന ഒരു സാഹചര്യം. അതായത് നമുക്കറിയാം, സാധാരണഗതിയിൽ ഇത് 28 വർഷം പഴക്കമുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാലമായിട്ട് ഉപയോഗിക്കുന്ന സാഹചര്യം, ഇത് കൈമാറ്റം വന്നതിന് ശേഷമൊക്കെ തന്നെ പല ദുരൂഹതകളും നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണത്തിലേക്ക് കസ്റ്റംസ് കടക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇത് ഇപ്പോൾ ഇപ്പോൾ ശേഖരിച്ചിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ദുൽഖർ സൽമാനെ സമൻസ് നൽകാനുള്ള നീക്കത്തിലേക്ക് കസ്റ്റംസ് നീങ്ങുന്നത്. പ്രധാനപ്പെട്ട കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇന്നല്ലെങ്കിൽ നാളെ സമൻസ് നൽകി കഴിഞ്ഞാൽ ദുൽഖർ സൽമാന് ഹാജരാകേണ്ടി വരും. അങ്ങനെ ഹാജരായി കഴിഞ്ഞാൽ മൊഴി നൽകേണ്ടി വരും. അങ്ങനെ മൊഴി നൽകുമ്പോൾ ഇത്തരത്തിൽ അറിവോട് കൂടിയാണോ, അതായത് ഇടനിലക്കാർ തന്നെ ബന്ധപ്പെടുമ്പോൾ ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് കടത്തിയ വാഹനങ്ങളാണെന്നുള്ളത് അറിവുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ കൃത്യമായ മറുപടി ദുൽഖർ സൽമാന് നൽകേണ്ടി വരും. ഇതോടൊപ്പം തന്നെ കൃത്യമായ രേഖകൾ ഹാജരാക്കേണ്ടി വരും. അങ്ങനെ കൃത്യമായ രേഖകൾ ഇതുമായി ബന്ധപ്പെട്ട ഹാജരാക്കാത്ത സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അഡ്ജുഡിക്കേഷൻ നടപടികളിലേക്ക് പോകുമെന്നുള്ള മുന്നറിയിപ്പ് കൂടിയാണ് കസ്റ്റംസ് നൽകുന്നത്. ശരൺ, ഇതിൽ ഈ ദുൽഖറിന്റെ വാഹനത്തിന്റെ ഫിറ്റ്നസ് കാലാവധി കാണിച്ചിരിക്കുന്നത് 2038 വരെ എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇതിൽ ഈ ഒരു സാഹചര്യത്തിലാണല്ലോ ഈ പരിവാഹൻ സൈറ്റുമായി ബന്ധപ്പെട്ട് അതിലൊരു കൃത്രിമം നടന്നിട്ടുണ്ട് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സംശയത്തിലേക്ക് കസ്റ്റംസ് കടക്കുന്നത്. അപ്പോൾ ഈ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട ഒരു സംശയം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് മോട്ടോർ വാഹന വകുപ്പ് കൂടി ഇതിൽ കേസെടുക്കുന്ന സാഹചര്യത്തിലേക്ക് കടക്കില്ലേ? ശ്രുതി, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ ഫിറ്റ്നസ് കാലാവധി, അതായത് സാധാരണഗതിയിൽ ഒരു വാഹനം അത് പരിശോധന നടത്തി 5 വർഷത്തേക്ക് മാത്രമാണ് ഫിറ്റ്നസ് കാലാവധി ഫിറ്റ്നസ് അനുവദിക്കാറുള്ളത്. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് 28 വർഷം പഴക്കമുള്ള വാഹനമാണ്. ആ വാഹനത്തിൻ്റെ ഫിറ്റ്നസ് കാലാവധി അത് പരിവാഹൻ സൈറ്റിൽ പരിശോധിക്കുമ്പോൾ അത് 2038 വരെ എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇത്തരത്തിൽ 2038 വരെ എന്നുള്ളത് വന്നതെന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ കസ്റ്റംസിന് വലിയ സംശയമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത് മറ്റൊരാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ ഇതിൻ്റെ ഫിറ്റ്നസ് കാലാവധി 2038 കാണിച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ പരിവാഹൻ സൈറ്റിൽ ഇത് സംബന്ധിച്ചുള്ള കൃത്രിമം നടന്നു എന്നുള്ളൊരു സംശയത്തിലേക്ക് കസ്റ്റംസ് എത്തിച്ചേർന്നിരുന്നത്. ഇന്നലെ കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം കമ്മീഷണർ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ തന്നെ അദ്ദേഹം പ്രധാനമായി പറഞ്ഞിരുന്നത്, ഇത്തരത്തിൽ ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് വാഹനങ്ങൾ എത്തിക്കുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള മാനിപ്പുലേഷൻ അത് ഈ പരിവാഹൻ സൈറ്റിൽ നടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ദുൽഖർ സൽമാന്റെ വാഹനത്തിന്റെ കാര്യത്തിലും അങ്ങനെ ഒരു മാനിപ്പുലേഷൻ ഈ പരിവാഹൻ സൈറ്റിൽ നടന്നു എന്നുള്ള സംശയം ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൽ കൃത്യമായ മറുപടി നൽകേണ്ടത് ദുൽഖർ സൽമാനാണ്. അദ്ദേഹം ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ഇനി മൊഴി രേഖപ്പെടുത്തുന്ന സമയത്ത് ദുൽഖർ സൽമാൻ നൽകുന്ന മറുപടി ഇതിൽ ഏറ്റവും പ്രധാനമായി മാറുകയും ചെയ്യും.
ശരൺ, ഇനി അറിയേണ്ടത് ഇതിലിപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ അതല്ലെങ്കിൽ അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ NIA അന്വേഷിക്കും എന്നുള്ള വിവരം ലഭിക്കുന്നു. അപ്പം ED ഇതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിൽ അന്വേഷണത്തിലേക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ കൂടുതൽ പരിശോധനകൾ നടക്കുന്നുണ്ട്. അതിനൊപ്പം പരിശോധന കൂടുതൽ കർശനമായി തന്നെ. ഒപ്പം കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും? ശ്രുതി, നേരത്തെ കസ്റ്റംസ് ഇത്തരത്തിൽ കണ്ടെത്തിയിരുന്നപ്പോൾ തന്നെ ചില വിവരങ്ങൾ ലഭിച്ചപ്പോൾ തന്നെ ഭൂട്ടാനിൽ നിന്ന് ഇത്തരത്തിൽ നികുതി വെട്ടിച്ച് വാഹനങ്ങൾ എത്തിക്കുന്നുണ്ട്. അത് ഹിമാചൽ പ്രദേശിൽ എത്തിക്കുന്നു, അവിടെ റീ രജിസ്ട്രേഷൻ നടത്തുന്നു. അതിനുശേഷം കേരളം അടക്കമുള്ള ഇടങ്ങളിൽ വീണ്ടും റീ രജിസ്ട്രേഷൻ നടത്തി വിൽപ്പന നടത്തുന്നു എന്നുള്ള വിവരം ലഭിച്ചപ്പോൾ തന്നെ മറ്റ് ചില പ്രധാനപ്പെട്ട കണ്ടെത്തലുകളിലേക്കും കസ്റ്റംസ് എത്തിച്ചേർന്നിരുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വാഹന കള്ളക്കടത്തിന്റെ മറവിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നു എന്നുള്ള വിവരമാണ്. ഇത്തരത്തിൽ വാഹനങ്ങൾ കടത്തുന്ന സമയത്ത് അതിൽ നിന്ന് സ്വന്തമാക്കുന്ന പണം കള്ളപ്പണമാക്കി വെളുപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കസ്റ്റംസ് കൈമാറിയിരിക്കുന്നത്. അതായത് നേരത്തെ ED ഡെപ്യൂട്ടി ഡയറക്ടർ അവിടേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു, കസ്റ്റംസ് ഓഫീസിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിൽ വിവരശേഖരണം നടത്തിയിട്ടുണ്ട്. ഇനി സ്വാഭാവികമായിട്ടും EDയെ സംബന്ധിച്ച് പ്രാഥമിക അന്വേഷണം നടത്തേണ്ടതെന്നുള്ളതാണ്. അങ്ങനെ പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷമായിരിക്കും ECR രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികളെ കടക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട ഏജൻസി അന്വേഷണ രംഗത്ത് ഉള്ളത് NIA ആണ്. NIA അന്വേഷണ രംഗത്തേക്ക് വരാൻ കാരണം ദേശവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടെന്നുള്ള സംശയമാണ്. അതായത് നേരത്തെ ഈ വാഹനങ്ങളൊക്കെ തന്നെ ഇത് ഒരുപാട് വർഷമായിട്ട് ഭൂട്ടാനിൽ നിന്ന് ഇത്തരത്തിൽ നികുതി വെട്ടിച്ച് കടത്തുന്ന വാഹനങ്ങളാണ്. അപ്പോൾ അങ്ങനെ കടത്തുന്നത് അത് വലിയ കണ്ടെയ്നറുകളിലാണ് ഈ വാഹനങ്ങൾ കടത്തിരുന്നത് എന്നുള്ളതാണ് കണ്ടെത്തിയത്. അങ്ങനെ കടത്തുന്ന സമയത്ത് ഈ വാഹനത്തിന്റെ ഉള്ളിൽ ലഹരിയും ഒപ്പം തന്നെ സ്വർണവും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതിന്റെ മറവിൽ സ്വർണ്ണക്കടത്തും ലഹരിക്കടത്തും എല്ലാം നടന്നിട്ടുണ്ട്. അതിൽ നിന്ന് നേടിയ പണം വലിയ മാഫിയ സംഘം അവർ ഇത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയം കൂടി ബലപ്പെടുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് NIA ഇത് സംബന്ധിച്ചുള്ള വിവരശേഖരണത്തിലേക്ക് കടന്നിരിക്കുന്നത്. എന്തായാലും മറ്റ് ഏജൻസികൾ കൂടി അന്വേഷണ രംഗത്തേക്ക് വരുമെന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന സൂചന. പ്രത്യേകിച്ച് IT ആണെങ്കിലും ITയെ സംബന്ധിച്ച് നികുതി വെട്ടിപ്പ് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലേക്ക് കടക്കാൻ കഴിയും. ഇതോടൊപ്പം തന്നെയാണ് NCB ഇത്തരത്തിൽ ലഹരിക്കടത്ത് നടന്നിട്ടുണ്ടെങ്കിൽ NCBക്കും അത് സംബന്ധിച്ചുള്ള എന്താണെന്നുള്ള കാര്യം പരിശോധിക്കാൻ കഴിയും. എന്തായാലും അങ്ങനെ മുഴുവൻ കേന്ദ്ര ഏജൻസികളും ചേർന്നുള്ള ഒരു വിപുലമായ അന്വേഷണമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ കാണാൻ പോകുന്ന കാര്യത്തിൽ തർക്കമില്ല.